നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മളെ മാമ കമ്മിറ്റിയിലെ അമ്മ സംഘടനയിലെ പ്രതിനിധികൾ വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പത്രസമ്മേളനം വിളിച്ച് അതിൽ വന്ന ആൾക്കാരുടെ എണ്ണവും ആ ഒരു ഗാംഭീര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഹിക്ക ഒഴികെ, നമ്മളെ സിദ്ദിഖ് ഹിക്ക ഒഴികെ വേറെ കാലം കഴിഞ്ഞ രണ്ട് നടിമാരും ഒരു കൊച്ചിറക്കനും വന്നിരുന്നാണ് പത്രസമ്മേളനം നടത്തി ഞാൻ കണ്ടത്. വേറെ സാധാരണ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഫ്രണ്ടിരിക്കുന്ന കുറേ അണ്ണന്മാരുണ്ട് വന്ന് മൈക്ക് കടിച്ചിരുന്നത്. അയ്യോ ഭയങ്കര രാമന്മാരൊന്നും കാണാനില്ല. അവരൊക്കെ എവിടെ പോയണ അത് പോട്ടെ. എന്തായാലും അണ്ണ ഇരുന്ന് അഴിവണമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലാതെ അണ്ണ ഇരുന്ന് അഴിവി അവസാന സമയമായി പോയെന്ന് പറഞ്ഞ് ഇഴിച്ച് പോകണമുണ്ട്. അതൊന്നും കാര്യമാകുന്നില്ല. കാരണം ഞാൻ ഈ ഹേമ കമ്മീഷനും ഇതിൻ്റെ വിവാദപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ സിദ്ദിഖിക്കയുടെ പ്രതികരണം കഴിഞ്ഞ ശേഷം വളരെ ഉത്തരവാദിത്തോടെ ആ സംഘടനയിലെ മറ്റൊരു ചുമതല വഹിക്കുന്ന ആൾ ജഗദീഷ് ചേട്ടൻ വന്ന് ഉത്തരവാദിത്തോടെ മനുഷ്യൻ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിലൊരു അഭിപ്രായമെന്ന് പറഞ്ഞു. അപ്പോഴേ വാർത്തകൾ വന്നു തുടങ്ങി. അമ്മയിൽ ഭിന്നത, അഭിപ്രായ ഭിന്നത ഹേമ കമ്മീഷൻ എന്നൊക്കെ പറ്റി. അപ്പോഴത്തേക്കും ഹിക്കയ്ക്ക് ഒന്നാമത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ട് പെടുത്താണ് അഴിച്ചു പോയത്. വല്ല ഡൈപ്പർ വല്ലതും വെച്ചിരുന്നായിരിക്കും, പെടുത്തോണ്ടായിരിക്കും പോയത്. കാരണം അത്ര ടെൻഷൻ അണ്ണൻ്റെ മുഖത്തുണ്ടായിരുന്നു. കടുത്തിരിക്കുകയായിരുന്നു, തൂറാൻ മുട്ടിയാണ് അണ്ണ ഇരുന്നത്. സത്യമാണ്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അണ്ണ അങ്ങനെ ഇരുന്ന് ഉത്തരം മുട്ടി ഇടിച്ച് പോയതിന് ശേഷം ഈ ജഗദീഷ് ചേട്ടൻ്റെ ഈ ഒരു പ്രതികരണം വന്നപ്പോൾ ഹിക്കയ്ക്ക് അങ്ങ് ഹാലിളകി. അപ്പോഴാണ് ഹിക്ക അണ്ണൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് പങ്കുവെച്ച പാടമാണ് ഇത്. കിടിച്ചോണ്ടിരിക്കുന്നുണ്ട. ഇതാണ് യഥാർത്ഥ മുഖം. രാത്രിയായി കഴിഞ്ഞാൽ ഇതാണ് അണ്ണൻ്റെ മുഖം. അത് അല്ലാതെ രാവിലെയുള്ള സമയങ്ങളിലാണ് നമ്മൾ പത്രസമ്മേളനത്തിൽ കണ്ടാണ് വൃത്തിയായിട്ട് വന്നിരിക്കും. ഭയങ്കര ഉത്തരവാദിത്തം പോലെ. ഉപയെ താനൊരു ഇത്രയും അമ്മ സിനിമാ താര സംഘടനയുടെ ഈ തലപ്പത്തിരിക്കുന്ന ഒരു കിഴങ്ങല്ലേ ഉപയെ താൻ ഇത് കണക്ക് പ്രതികരിക്കാൻ പാടണ്ട. ഇത് കോന അടിച്ചാൽ ഇങ്ങനെ നിങ്ങളെ ഈ പടം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനം. അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. എനിക്ക് നിങ്ങളെ ഈ പോസ്റ്റ് ഈ പടം കണ്ടപ്പോൾ ഈ ഇളിച്ചോണ്ടിരിക്കുന്ന പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആരെങ്കിലുമൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ദൂരെ പോയി ചില വാവളന്താന്മാരുണ്ട്. നേരെ സംസാരിക്കാൻ പറ്റും. ദൂരെ പോയി എന്നിട്ട് 2 മൈൽ അപ്പുറത്ത് ദൂരെ പോയി വിരൽ മടക്കി കാണിക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ടെല്ലാം വീണ്ടും ഓടും. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. സത്യം. ദൂരെ പോയി കുഞ്ഞനെ കാണിച്ചിട്ട് ഓടില്ലേ കൊച്ചു പിള്ളേർ. അതാണ് ഉത്തരവില്ലാതെ വരുമ്പോൾ അതാണ് കാണാൻ എനിക്ക് തോന്നുന്നത്. അണ്ണാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു താൻ ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ പടം ഇട്ടത് പോലെ ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഹാലിളകിയ ഹിക്ക വാണം വരടവ് വാണം.